മുണ്ടക്കൈ ചൂരൽമല ഉരുൾ ദുരന്തത്തിന് ഒരാണ്ട് തികയുമ്പോൾ തനിച്ചായ ലോകത്ത് നൊമ്പരങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവർക്ക് ഇന്നും ജീവിതം ഒരു നോവാണ്. ദുരന്തം 3 മക്കളെയും കവർന്നപ്പോൾ ചൂരൽമല സ്വദേശി അനീഷും സൈനയും ജീവിതത്തിൽ തനിച്ചായി. മക്കളെ അടക്കം ചെയ്ത പുത്തുമലയിലെ ശ്മശാന ഭൂമിയിലെ കുഴിമാടത്തിനരികെ കളിപ്പാട്ടങ്ങളുമായി വന്നിരിക്കുന്ന ഒരച്ഛൻ്റെയും അമ്മയുടെയും നൊമ്പരമുണർത്തുന്ന നിമിഷങ്ങളിലേക്ക്. അച്ഛാ, അമ്മേ, ഞങ്ങൾ ഇന്ന് സ്നേഹവാത്സല്യങ്ങൾ നിറഞ്ഞു തുളുമ്പുന്ന ഒരു കൂട്ടം കാവൽ മാലാഖമാർക്ക് നടുവിലാണ്. പക്ഷേ ഞങ്ങളുടെ അച്ഛനും അമ്മയും കൂടെ ഇല്ലല്ലോ എന്ന സങ്കടമാണ് ഞങ്ങളെ അലട്ടുന്നത്. എങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ പുഞ്ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദുരന്തം കവർന്നെടുത്ത 3 പിഞ്ചോമനകൾ ഒന്നിച്ചുറങ്ങുന്ന ശിലാഫലകത്തിൽ ഇങ്ങനെ കുറിച്ചിരിക്കുന്നു: ആ കുഴിമാടത്തിനരികെ മക്കൾക്കായി ചോക്ലേറ്റും കളിപ്പാട്ടങ്ങളും കരുതിവെച്ച് അനീഷും സൈനയുമുണ്ട്. മിക്ക ദിവസങ്ങളിലും അവരെത്തും തങ്ങളുടെ മക്കളെ കാണാൻ. തൊട്ടരികിലായി അമ്മയെയും അടക്കം ചെയ്തിട്ടുണ്ട്. വിട്ടുപിരിഞ്ഞിരുന്നില്ല ഒരു നേരം പോലും. വിട്ടുപോയപ്പോൾ അകന്നിരിക്കാൻ കഴിയുന്നുമില്ല. സങ്കടം ഉള്ളിലൊതുക്കി മക്കളുറങ്ങുന്ന മണ്ണിൽ ഒരമ്മയിരിക്കുന്ന കാഴ്ച ഏവരെയും നൊമ്പരപ്പെടുത്തും. മൂത്ത മകൻ നിവേദ് രാവിലെ ദോശ വേണമെന്നാവശ്യപ്പെട്ടാണ് ഉറങ്ങാൻ കിടന്നത്. ആ രാത്രി പക്ഷേ എല്ലാം കവർന്നെടുത്തു. വാക്കുകളിടറി അനീഷ് പറഞ്ഞു തുടങ്ങി. താറ്, അതേപോലെ ലൈറ്റുകൾ, പുൽക്കുടിൽ, അങ്ങനെയുള്ള സാധനങ്ങളിലോടൊക്കെ ഭയങ്കര താല്പര്യം. മൂത്തവനാണെങ്കിലും ചെറിയവനാണെങ്കിലും രണ്ടാമത്തവർക്ക് എല്ലാവർക്കും ഇങ്ങനത്തെ ഇതിനോട് ഭയങ്കര താല്പര്യമാണ്. അതുകൊണ്ട് അപ്പോൾ അവരിപ്പല്ല, അപ്പോൾ ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ എന്നെ കൊണ്ട് പറ്റുമ്പോൾ ഞാനിവിടെ കൊണ്ടുവന്ന് വെക്കേണ്ടതെന്നാണ്. 3.5 വയസ്സുകാരൻ ഇഷാൻ, 7.5 വയസ്സുകാരൻ ധ്യാൻ, 9 വയസ്സുകാരൻ നിവേദ്, ഇവരെയാണ് ഇവർക്ക് നഷ്ടമായത്. അനീഷിന്റെ അമ്മ രാജമ്മയെയും ഉരുളെടുത്തു. ശരീരത്തിനേറ്റ പരിക്കും മനസ്സിനേറ്റ ആഘാതത്തിൽ നിന്നും പതിയെ ജീവിതത്തിലേക്ക് തിരികെ വരികയാണ് ഇവർ. സൈനയ്ക്ക് തുടർ ചികിത്സ ഇനിയുമുണ്ട്. ചെറിയ ചാറ്റൽ മഴയുടെ ശബ്ദം പോലും ഭയമാണിവർക്ക്. ഒറ്റയ്ക്കാകുമ്പോൾ ഇപ്പോഴും ഉരുളിന്റെ മുഴക്കം കാതിലെത്തും. പുത്തുമലയിലുറങ്ങുന്ന 3 മക്കളുടെ ഓർമ്മയിലാണ് ഇന്നിവരുടെ ജീവിതം. അമൃത ന്യൂസ്, വയനാട്.